This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം മുൻ KPCC മെമ്പർ വി കൃഷ്ണമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. A ബാലകൃഷ്ണൻ, സലിം തേക്കാട്ടിൽ, പ്രണവ് കാരാള, VV ദാമോദരൻ, PP ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. രാജീവ് ഗാന്ധിക്ക് അതല്ലാതെ ഇന്ത്യയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന ധാരണ വന്നപ്പോഴാണ് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. 2 ദിവസത്തിനകം തന്നെ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തില്ലാത്ത നെഹ്റു കുടുംബത്തിലെ ഏക അംഗം മാത്രമായ ഒരു വിമാനം മാത്രം പറപ്പിക്കുന്ന വൈമാനികരായ രാജീവ് ഗാന്ധിയെ ഇന്ത്യയുടെ അധികാരമേൽപ്പിക്കാൻ ഇന്ത്യയുടെ സ്ഥിതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തപ്പെടുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളായിരുന്നു അടുത്ത ദിവസം നടന്നത്. പക്ഷേ എൻ്റെ അമ്മയുടെയും എൻ്റെ പിതാമഹനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ മടിയിൽ അവരുടെ ലാളനയേറ്റ് അവരുടെ ഭരണ നൈപുണ്യം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള രാജീവ് ഗാന്ധി പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആകർഷക കേന്ദ്രമായി മാറുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടെ വെച്ച് ഒരു ലോക രാഷ്ട്ര നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന രാഷ്ട്ര നേതാക്കൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടത്. രാജ്യത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് വലിയ ഒരു സങ്കല്പം, ഒരു ചിന്ത ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹമെന്നും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നേതാവാണ് അദ്ദേഹമെന്നും രാജ്യത്തിൻ്റെ ഭാവി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണെന്നും അവിടെ കൂടിയ ലോക രാഷ്ട്ര നേതാക്കൾ തലകുലുക്കി സമ്മതിക്കുകയുണ്ടായി. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി രാജ്യഭരണത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ആലോചിക്കുകയും ഭരണാധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ ഒരു പരിഷ്കാരം. ജനങ്ങൾക്ക് വേണ്ടി അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യമാണ് ഉടക്ക്. അതിനാണ് അദ്ദേഹം നിയമനിർമ്മാണം നടത്തി പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസ്സാക്കാനുള്ള ശ്രമം നടത്തി. ഇന്ന് നാം അനുഭവിക്കുന്ന, ഇന്ന് തലമുറ അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെ പുറകിലും രാജീവ് ഗാന്ധി ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതിരുന്ന വനിതകളെ, മഹിളകളെ രംഗത്ത് കൊണ്ടുവരാൻ
ഭരണഘടനയുടെ ഭേദഗതിയിൽ കൂടി 33% അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന പഞ്ചായത്ത് രാജിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹമാണ്. നല്ല ചിന്താശക്തിയുള്ള യുവത്വത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം 18 വയസ്സ് പ്രായമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ അധികാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടവകാശം നൽകി. ശ്രീപെരുമ്പത്തൂരിലെ ആ ഇരുണ്ട സന്ധ്യയിൽ ചിതറിത്തെറിച്ച് പോയത് രാജീവ് ഗാന്ധി എന്ന ഒരു വ്യക്തി മാത്രമായിരുന്നില്ല. രാജ്യത്തെ ഒന്നാകെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ രാജ്യത്തിൻ്റെ അഖണ്ഡത കൂടിയായിരുന്നു അന്ന് ചിതറിച്ചു പോയത്. രാജ്യത്തിൻ്റെ മതേതരത്വമായിരുന്നു അന്ന് ആ മണ്ണിൽ ഛിന്നഭിന്നമായി പോയത്. ഈ രാജ്യത്തെ 21-ാം നൂറ്റാണ്ടിലേക്ക് നയിക്കുവാൻ യുവത്വത്തിൻ്റെ കരുത്തോടുകൂടി വിപ്ലവാത്മകമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയ ക്രാന്തിദർശിയായ ഒരു ഭരണാധികാരിയായിരുന്നു അന്ന് ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ ചിതറിത്തെറിച്ചുകൊണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജ്യം ഇന്ന് കാണുന്ന എല്ലാ പുരോഗമനത്തിൻ്റെയും എല്ലാ വികസനങ്ങളുടെയും നാന്ദി രാജീവ് ഗാന്ധിയിൽ നിന്നായിരുന്നു. ഇലക്ട്രോണിക് വിപ്ലവവും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ വിപ്ലവവും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ സാം പിത്രോദ എന്ന അതികായനായ ടെക് ഭീമനെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് നടത്തിയ വലിയ വിപ്ലവങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇന്ന് നാം കാണുന്ന മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലുള്ള രാജ്യത്തിൻ്റെ കുതിച്ചുചാട്ടവുമൊക്കെ. 18 വയസ്സ് തികഞ്ഞ യുവാക്കൾക്ക് രാജ്യത്തിൻ്റെ ഭാഗധേയം നിശ്ചയിക്കുവാനുള്ള തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാകാമെന്നുള്ള വിപ്ലവാത്മകമായ തീരുമാനമുണ്ടായതും രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ അധികാരം ജനങ്ങളിലേക്ക് എത്തണമെന്നും അധികാരം ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തണമെന്ന മഹാത്മജിയുടെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപീകരിച്ച് പഞ്ചായത്ത് രാജ് ബില്ല് കൊണ്ടുവരികയും അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു. നിരവധിയായ ക്രാന്തിദർശിയായ ചിന്തകളും പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ ഉന്നമനത്തിലേക്ക് നയിക്കുവാനും ഒരു ദരിദ്ര രാജ്യം എന്ന നിലയിൽ നിന്നും സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു രാജ്യത്തിലേക്ക്, അതുപോലെ ഭക്ഷ്യഭദ്രതയുള്ള ഒരു രാജ്യത്തിലേക്ക്, അതുപോലെ സാങ്കേതികമായ ഭദ്രതയുള്ള ഒരു രാജ്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള ഒരുപടി തീരുമാനങ്ങളുമായി ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഈ രാജ്യം ഭരിച്ച് അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് നീങ്ങിയ പ്രിയങ്കരനായ രാജീവ് ഗാന്ധിയുടെ വിയോഗം, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം, രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, രാജ്യത്തിൻ്റെ ഏത് മതസ്ഥരും ജാതിയിൽപ്പെട്ടവരുമെല്ലാം ഒരേ ഇന്ത്യക്കാരനാണ് എന്ന ഒരൊറ്റ വികാരത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. വളരെ വേദനയോടുകൂടിയും തിടുക്കത്തോടും കൂടിയാണ് രാജീവ് ഗാന്ധിയുടെ മരണം നമ്മൾ ഓർക്കുന്നത്. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ട് രാത്രി വന്ന് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണം വാർത്തയായിട്ട്. ഇന്നത്തെ പോലെ അന്ന് ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യ വളർന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതറിയാനും വളരെ വൈകി. നമ്മളുടെയൊക്കെ വേദന വളരെ വലുതായിരുന്നു. ഈ രാജ്യത്ത് 5 വർഷം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ എല്ലാവിധത്തിലുള്ള വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ധീരനായ പ്രധാനമന്ത്രിയാണ് ആയിരുന്നു ശ്രീ രാജീവ്. സൂചിപ്പിച്ചതുപോലെ 18 വയസ്സുള്ള ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ടൊരു വലിയ വിപ്ലവം ഈ രാജ്യത്ത് സൃഷ്ടിച്ചൊരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ ആദ്യം ഗുജറാത്തിൻ്റെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടു. തുടർന്ന് മാസങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തി 5-ൽ 4 ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വന്നു. ഇന്ത്യക്ക് ഏറ്റവും ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അതുപോലെ തന്നെ ദോഷത്തിലേക്ക് ഏറ്റ കനത്ത ആഘാതമായിരുന്നു രാജീവ് ഗാന്ധിയുടെ ഇന്ത്യ രക്തസാക്ഷി. നമുക്കറിയാം, രാജ്യത്തെ 20-ാം നൂറ്റാണ്ടിലേക്ക് നയിച്ച് രാജ്യത്തെ ശക്തമായൊരു ഭരണകൂടമായി നേടിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്നെ രാജ്യത്തിന് അത്യുന്നത ബഹുമതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു രാജീവ് ഗാന്ധി. IT രംഗത്തായാലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ഇന്ത്യയെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും വേറിട്ട് ഒരു ഉയർച്ചയുടെ പാതയിലേക്ക് നയിച്ച ആ മഹാൻ ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ആൾക്കാരും ആഗ്രഹിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം
രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം. ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിൻ്റെ മുൻനിരയിലെത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷി ദിനത്തിൽ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുക. ഇന്ന് കാണുന്ന പല വികസനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു എന്നെല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ചെറുപ്പ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ ഇന്നത്തെ നിലയിലേക്ക് ശാസ്ത്ര സാങ്കേതിക മികവിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രിയുടെ 35ാം രക്തസാക്ഷി ദിനമാണ് രാജ്യം ഇന്ന് ആചരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് 2026. സമസ്ത മേഖലയിലും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ത്രിതല പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കേരള ഭരണവും മുമ്പില്ലാത്ത വിധം ഭൂരിപക്ഷത്തോടും വിജയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജയം ആലോചിക്കുമ്പോൾ രാജീവ്ജിയെ ഓർക്കാതെ പോകാൻ സാധിക്കില്ല. 18 വയസ്സുകാർക്ക് വോട്ടവകാശമുണ്ടാക്കി യുവാക്കളെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിന് പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ള ഒരു അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി 73-74 ഭരണഘടനാ ഭേദഗതി 2 വട്ടം ശ്രമിച്ച്, ഒരു വട്ടം CPM ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPMൻ്റെ നേതാക്കൾ എതിർത്തിട്ട് പരാജയപ്പെടുത്തിയെങ്കിലും പിന്നീട് വളരെ ആർജവത്തോടുകൂടി ആ നിയമം പാസ്സാക്കുകയും അതിൻ്റെ ഗുണം ഇന്ത്യയിലെ ജനങ്ങൾ, വിശിഷ്യ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു വരികയും ചെയ്യുന്ന കാലഘട്ടമാണ്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.